വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് ഒരു നേവൽ ആർക്കിടെക്ട് എന്ന നിലയിലാണോ ഒരു ഫിലിം മേക്കർ എന്ന നിലയിലാണോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ. എങ്കിലും എൻ്റെ പാഷൻ മൂവി മേക്കിങ്ങിലാണ്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ആ 3Dയുടെ ഒരു കണ്ടൻറ്റ് കാണിച്ചത്. ഈ ഫിലിം മേക്കേഴ്സിന് സാധാരണ കൺവെൻഷണൽ ടീച്ചിങ് മെത്തേഡിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ എന്ത് കാര്യവും അതിലും നന്നായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. നിങ്ങളിന്ന് 4 മിനിറ്റ് കണ്ട കണ്ടൻറ്റ് ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകൻ വന്ന് മണിക്കൂറുകൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു വ്യക്തമായ ധാരണ കിട്ടില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ മേഖല കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാൻ വേണ്ടി സിനിമാ മേഖല ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലാസ് റൂമിലാണ്. ഇവിടെ അധ്യാപകനില്ല. നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സിനിമയുടെയും സംവിധായകൻ വന്ന് കഥ പറഞ്ഞു തരാറില്ല. നിങ്ങൾ പോയിരിക്കുന്നു, കാണുന്നു, എല്ലാം മനസ്സിലാക്കുന്നു, തിരിച്ചു വരുന്നു, കഥ ആരോടെങ്കിലുമൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക്കിൻ്റെ കഥ ഇത്രയും കാലത്തിന് ശേഷവും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. മക്കൾ ചോദിച്ചു കഴിഞ്ഞാലും കൊച്ചുമക്കൾ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് മൂവി. അപ്പം ഞങ്ങൾ ആ ഒരു സിനിമയുടെ പെർസ്പെക്റ്റീവ് എടുത്തിട്ടാണ് ഒരു വേൾഡ് എഡ്യൂക്കേഷൻ റെവല്യൂഷന് വേണ്ടി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 14 ഇയേഴ്സ് എടുത്തു ഞങ്ങൾക്ക് ഇതിനൊരു വേൾഡ് റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി. അതായത് ദ ഓക്സ്ഫോർഡ് ഓഫ് ദ ഇൻഡസ്ട്രി, ആദ്യമായിട്ടൊരു ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി വി ക്രിയേറ്റഡ്. അതിൻ്റെ ഫസ്റ്റ് ക്യാമ്പസായിട്ട് തുടങ്ങിയത് ഇത് എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് പുനലൂരിൽ. അതുകൊണ്ട് എൻ്റെ നാട്ടിലേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെങ്കിൽ പുനലൂരെന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ നിങ്ങൾക്ക് വലിയ റീസൺസ് ഒന്നും ഇല്ല. ചിലപ്പോൾ തെന്മല ഡാമോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാണുവാൻ വേണ്ടി നിങ്ങൾ വരുമായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ ഈ കുഗ്രാമത്തിലേക്ക് വരേണ്ട കാര്യം നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതിൻ്റെ പരീക്ഷണശാല കൂടിയായിരുന്നു ഞങ്ങളുടെ ഗ്രാമം. ഞങ്ങളിന്ന് ഏതാണ്ട് 30 കൺട്രീസിലായിട്ട് ഒരു 10-90 കമ്പനീസ് ഉണ്ട് ഏരിയസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ. അതിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത എഫിഷ്യൻസി മെഷർ ചെയ്യാമെന്നുള്ള സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ്, എഫിസ് എന്ന് പറയും, എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ്. 14 വർഷമായിട്ട് ഞങ്ങൾ ഓടുന്നത്, ഞങ്ങളുടെ സ്ഥാപനം ഓടുന്നത് ഈ സിസ്റ്റത്തിലാണ്. അതായത് ISOയെ നിങ്ങളൊരു 100 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ എഫിസോ. ISO ഉള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എഫിസിൽ 100 മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. 11 വർഷത്തിന് മുമ്പ് ഇതിൻ്റെ ഒരു പരീക്ഷണം ഈ ഗ്രാമത്തിൽ നടക്കുകയുണ്ടായി. അതിനുവേണ്ടി ഞങ്ങൾ എൻ്റെ പേരൻസൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട് ഒരു ഓഫീസാക്കി അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫീമെയിൽസ് ഞങ്ങൾ ചെയ്യുമായിരുന്നു. 3 വർഷം കൊണ്ട് അവരെ ഈ പരിശീലനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളുടെ എൻ്റയർ ഗ്രൂപ്പിൽ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ, ആനുവൽ കോമ്പറ്റീഷനാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥാപനത്തെയും കണ്ടെത്തുക. വനിതകൾ റൺ ചെയ്യുന്ന ഈ ഓഫീസ് 8 വർഷത്തിന് മുമ്പ് അവർ ഒന്നാമതെത്തി. പിന്നീട് അവർ ഒരിക്കലും അത് വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റെവല്യൂഷൻ്റെ തുടക്കം ഈ ഗ്രാമത്തിൽ തന്നെ ആയിട്ട് തുടങ്ങട്ടെ. അത് വന്ന് നിങ്ങൾ കാണട്ടെ. കാര്യം ഭാവിയിലുള്ള ആർക്കിടെക്ട്സൊക്കെ രൂപം കൊള്ളുന്നത് ഇതുപോലുള്ള ക്ലാസ് റൂമിൽ നിന്നായിരിക്കും. ഈ നേവൽ ആർക്കിടെക്ട്സിനും മാത്രമുള്ള ഒരു കാര്യമാണ് എൻട്രൻസ് എക്സാമിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ എനിക്കറിയില്ല ആർക്കിടെക്ട്സിനൊക്കെ ഉണ്ടോ. നേവൽ ആർക്കിടെക്ചറിൽ നിന്ന് എടുത്ത് കളഞ്ഞത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ട് സാധാരണ എൻട്രൻസ് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടെ കഴിഞ്ഞാലേ നേവൽ ആർക്കിടെക്ട് ആക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റിനെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് 4 വർഷമോ 5 വർഷമൊന്നും വേണ്ട. 6 മാസം കൊണ്ട് ഏറ്റവും മികച്ച വ്യക്തിയെ ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങളിന്ന് കണ്ടത് ഒരു ഫോർമാറ്റ് മാത്രമാണ്. ഇത് തിയേറ്റർ ക്ലാസ് റൂംസാണ്. ഇനിയുള്ളത് വെർച്വൽ റിയാലിറ്റി. കാര്യം വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ AI വേൾഡ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിന്നും ഓടുന്നത് ജാംബവാൻ്റെ കാലത്തെ സിസ്റ്റത്തിലാണ്. അവിടെ ലോകത്തിലെ ഏറ്റവും തടവറയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. 20 വർഷം നീണ്ട ഒരു തടവറ. ഈ ജീവപര്യന്തം പോലും 14 വർഷം കഴിയുമ്പോൾ പറഞ്ഞു വിടും. സാധാരണ കൊള്ളക്കാർ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റണമെങ്കിൽ നിങ്ങളെ തോക്ക് കാണിച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് സാധനം അടിച്ചു മാറ്റിയിട്ട് പോകും. ഇത് നിങ്ങളുടെ കയ്യിലെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി 20 വർഷം സ്ലോ ഡെത്ത് എന്നൊക്കെ പറയാം. എന്താ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു പ്രോസസ്സാണ്. അൾട്ടിമേറ്റ്ലി ഒരു ഉദ്ദേശമേ ഉള്ളൂ. നിങ്ങളുടെ പിള്ളേർ നന്നാവണമെന്ന് ആഗ്രഹമുള്ള ഒരു 2% അധ്യാപകരേ ഉള്ളൂ മെൻറ്റേഴ്സായിട്ട്. ഈ സിസ്റ്റത്തിന് മൊത്തം നിങ്ങളുടെ പേരൻസിൻ്റെ പോക്കറ്റിൽ പൈസ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഇൻഡസ്ട്രിക്ക് ഉദ്ദേശം. അതിനുവേണ്ടി ആ കുട്ടികളുടെ ഏറ്റവും മികച്ച സമയം നശിപ്പിച്ച് കളയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വിക്ടിംസാന്ന് പറയില്ല. കാര്യം ആർക്കിടെക്ട്സ് പൊതുവേ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതിൽ സർവൈവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഉള്ളത്. പക്ഷേ മറ്റേത് ഇൻഡസ്ട്രി എടുത്തു നോക്കൂ,
98% ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതെ എങ്ങനെയൊക്കെയോ ഡെസ്റ്റിനി അവരെ അവിടെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് അവസാനം നമ്മളൊക്കെ ഇന്ന് പോയി കാണുന്ന പല ഡോക്ടേഴ്സിനും അച്ഛന് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാത്ത ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാണല്ലോ നമ്മൾ നമ്മുടെ ജീവൻ വെച്ച് കൊടുക്കുന്നത്. അവർക്കൊരു ഉദ്ദേശമുള്ളൂ നിങ്ങളുടെ പണം എങ്ങനെ എടുക്കുക. കാര്യം അതാണ് ടാർഗറ്റ്സ് ഹോസ്പിറ്റൽസിൽ. ഇതേപോലെയുള്ള സിസ്റ്റം കംപ്ലീറ്റ്ലി മാറിയിട്ട് പെരുന്തച്ഛനാവണമെങ്കിൽ തച്ചൻ്റെ രക്തം ശരീരത്തിൽ ഉണ്ടായവൻ മാത്രമേ ആകാവൂ, അവരെ കണ്ടെത്തുക. അതിനുവേണ്ടിയാണ് കരിയർ ഡിസൈൻ സെൻറ്റേഴ്സ്. 3 വയസ്സിൽ തുടങ്ങുന്നൊരു പ്രോസസ്സാണ്. അതിൻ്റെ തുടക്കമാണ് ഇവിടെ. ഞങ്ങളുടെ വിഷയം അനുസരിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോ കോപ്പീസ് കേരളത്തിൽ എല്ലാ നിയോജകമണ്ഡലത്തിലും ഉണ്ടാവണം. ഇവിടെ 5000 കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് നമുക്കിവിടെ ഉള്ളത്. അതിനധികം സ്ഥലമൊന്നും വേണ്ട. സാധാരണ സ്കൂളിൻ്റെ 10-1 സ്ഥലം മതി ഇത് ചെയ്യാൻ. 7500 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മളിത് ചെയ്യുന്നത്. കാര്യം മാസം 10 മണിക്കൂറേ ഉള്ളൂ കുട്ടികൾക്ക് ക്ലാസ്. ബാക്കിയെല്ലാം ഹോംവർക്ക് ആണ്. ലൈഫിൽ 1 മണിക്കൂർ നിങ്ങൾ ഇവിടെ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അതിന് ലൈഫിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവണം. അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 10000 മണിക്കൂർ മതി ആ വ്യക്തിയെ നല്ലൊരു ക്യാരക്ടറായിട്ട് നല്ല രീതിയിൽ മോൾഡ് ചെയ്ത പാഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ഇൻഡസ്ട്രിയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി. അതേസമയം 50000 മണിക്കൂർ സ്പെൻഡ് ചെയ്ത അക്കാഡമിക്സിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ നല്ല ബാല്യവും കൗമാരവും ഒക്കെയാണ്. അത് ഉണ്ടാവാതിരിക്കാനുള്ള തുടക്കമാണ്. അവിടെ ഞങ്ങൾക്ക് വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും ഈ 3D നിങ്ങൾ കണ്ടത് ഇതിൻ്റെ വെരി ബേസിക് സാധനമാണ്. പക്ഷേ അവിടെ എന്തിനാണ് ആർക്കിടെക്ട്സിൻ്റെ റോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മുതൽ ടെലിവിഷൻ പോലും നമ്മളുടെ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് വരുന്നത്. കാര്യം ഈ പഠന രീതിയിൽ വരുമ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊജക്ഷൻ സിസ്റ്റം ആൻഡ് LED-യും ഒരു പ്രൊജക്ഷൻ സിസ്റ്റത്തിലും ഉള്ള വ്യത്യാസം. ഒരു LED വാളിൽ നിങ്ങൾ കാണുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഐസൈറ്റിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് യു ഗോ ഫോർ എ പ്രൊജക്ഷൻ സിസ്റ്റം. ഇവിടെ നിങ്ങൾ റിഫ്ലക്ഷൻ ടെക്നോളജിയാണ് നടക്കുന്നത്. ഇത് ഒരു സാധാരണ വ്യക്തിക്ക് അറിയില്ല. ആ ഒരു സാധാരണ വ്യക്തിയുടെ ഉള്ളിലേക്ക് അത് പകർന്നു കൊടുക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് പറ്റൂ ആ വീട് പണിയാൻ നേരം അതിനു വേണ്ടി വരുന്ന അതിൻ്റെ എല്ലാം അവർ ധരിക്കുന്ന എന്നെപ്പോലുള്ള കസ്റ്റമേഴ്സ് ധരിക്കുന്ന ആർക്കിടെക്ട്സ് പറഞ്ഞു കൊടുക്കണം ഇവിടെ ഒരു ഹോം തിയേറ്റർ വേണം. ഇനി അതിന് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വോള് മതി, ആവശ്യമുള്ളപ്പം സ്ക്രീൻ താഴെ വരും പോകും. അതിൻ്റെ ഒരു റെവല്യൂഷൻ ഞങ്ങൾ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാവുന്ന സംവിധാനം. കാര്യം ഇനി മുതൽ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമല്ല, എഡ്യൂക്കേഷൻ്റെ ഭാഗമായിരിക്കണം. കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ 50000 മണിക്കൂർ പോയി നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തമായി കരിക്കുലം ഡിസൈൻ ചെയ്ത് അതിനേക്കാളും മികച്ച രീതിയിൽ. കാര്യം ഒരു AI വേൾഡിൽ നമ്മൾ ഇൻ്റർനാഷണൽ രീതിയിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അല്ലാതായി പോകും. നമ്മളുടെ തൊട്ടടുത്ത ഒരു വേലിയുടെ അപ്പുറം നടക്കുന്ന റെവല്യൂഷൻ ചൈന നമ്മളെക്കാളും എത്ര വർഷമാണ് 30-40 വർഷം മുന്നിൽ യാത്ര ചെയ്യുകയാണ്. അവരോട് നിങ്ങൾക്ക് എങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അടുത്ത ജനറേഷനെ അതിനനുസരിച്ചിട്ട് മോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഈ ഒരു തിയേറ്റർ നിങ്ങളെ കാണിച്ചാൽ മാത്രമേ നിങ്ങൾ അടുത്ത നിങ്ങളുടെ ഒരു സ്പെസിഫിക്കേഷനകത്ത് ഒരു ഹോം തിയേറ്റർ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് വീടുകളിൽ മാത്രമല്ല എല്ലാ ഓഫീസിലും ടോട്ടൽ ഏരിയയുടെ 5-10% ഇതുപോലുള്ള ട്രെയിനിങ് സിസ്റ്റത്തിന്. ഞങ്ങളുടെ ഈ 30 കൺട്രീസിലുള്ള ഞങ്ങളുടെ കമ്പനിയിൽ എങ്ങും ഞങ്ങൾക്ക് ഒരു HR ട്രെയിനറില്ല. എവ്രിവെയർ വി ഹാവ് എ തിയേറ്റർ ക്ലാസ് റൂം ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്ലേസ് വെയർ എൻ്റെ ട്രെയിനിങ് കണ്ടൻറ്റ് നമ്മൾ മൂവി ഫോർമാറ്റിലേക്ക് ആക്കിയിരിക്കുകയാണ്. അത് ഓരോ പുതിയ എംപ്ലോയി വന്നു കഴിഞ്ഞാൽ വിതിൻ ഫ്യൂ അവേഴ്സ് കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ലോങ് ടൈം ട്രെയിനിങ്സ് ഉണ്ട് ഞങ്ങൾക്ക് 6 months. അത് മൊത്തം നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഞങ്ങളൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ എടുത്ത് നേവൽ ആർക്കിടെക്ട്സ് ആക്കുന്നത് 6 മാസം കൊണ്ടാണ്. നേവൽ ആർക്കിടെക്ചർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. ഇപ്പം നമ്മൾ ഇനി ആർക്കിടെക്ചറിൻ്റെ ഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നേവൽ ആർക്കിടെക്ചർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സ്റ്റഫ്. കാര്യം സാധാരണ നിങ്ങൾ ബിൽഡിംഗ് പണിയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ സോളിഡ് പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പവർ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഫയർ വന്നു കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ വരും. എല്ലാത്തിനും പുറത്തുനിന്ന് നിങ്ങൾക്ക് സർവീസ് കിട്ടും. അവിടെയാണ് ഒരു സെൽഫ് സസ്റ്റെയിൻ സിറ്റി പോലെയാണ് നമ്മളൊരു ഷിപ്പ് ഡിസൈൻ ചെയ്യുന്നത്. അവിടെ ഓൾ സോർട്സ് ഓഫ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓൺ ആൻ അൺസ്റ്റേബിൾ കണ്ടീഷൻ ഓരോ നിമിഷവും മാറി മറിയുന്ന ഒരു സീ സ്റ്റേറ്റിലാണ് നമുക്കൊരു ഫ്ലോട്ടിങ് കാര്യം ചെയ്യേണ്ടത്. അവിടെ ഓരോന്നിൻ്റെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി കണ്ടിട്ടേ ഞങ്ങൾക്കൊരു കാര്യം പ്ലേസ് ചെയ്യാൻ പറ്റൂ. അവിടെയാണ് എന്നെപ്പോലെ റിയൽ പാഷൻ ഇല്ലാത്തവർ പോയി ലാൻഡ് ചെയ്യുന്നത്. എങ്കിലും ഐ തിങ്ക് ഐ ഡിഡ് ജസ്റ്റിസ്. കാര്യം ഞാൻ അതിനകത്ത് എൻ്റെ കൂടെയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തു, അവരെ ഡെവലപ്പ് ചെയ്തു. കാര്യം എൻ്റെ പാഷൻ മുഴുവൻ സിനിമയിൽ കിടക്കുകയായിരുന്നു. പക്ഷേ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ടുഡേ വി ആർ വേൾഡ് നമ്പർ 1 ഇൻ ഷിപ്പ് ഡിസൈൻ. ഇത് നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഏത് ഫീൽഡ് ചെയ്യുന്നു അവിടേക്ക് കടന്നു പോകണമെങ്കിൽ സെർട്ടൻ കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇന്ന് ശങ്കർജിയെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാര്യം ഞാൻ എപ്പോഴും കരുതാറുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ശങ്കർജി ഉണ്ടെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. എക്സിസ്റ്റിംഗ് ഷിപ്സ് എല്ലാം പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്.
ശങ്കർജിയെ പോലെ എൻ്റെ ഉള്ളിലും എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കരുതെന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എക്സിസ്റ്റിംഗ് ഷിപ്സിനെ ഗ്രീൻ ഷിപ്സായിട്ട് കൺവേർട്ട് ചെയ്തത്. 4000-ലേറെ കപ്പലുകളെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഇല്ലാതാക്കുന്ന സ്റ്റേജിൽ ആക്കിയതിൻ്റെ പേരിലാണ് എനിക്ക് നൈറ്റ്ഹുഡ് വരെ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സൊസൈറ്റിയോടും നമ്മുടെ എൻവയോൺമെൻറ്റിനോടും ചില കടപ്പാടുകളും കടമകളും ഉണ്ട്. അത് നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും റിഫ്ലക്റ്റ് ചെയ്യണം. ഈ ഇൻഡിവുഡ് എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ശരിയായ വിഷൻ, ഇപ്പം ചിലർക്ക് തോന്നും ഇത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റാണ്. അതുണ്ട്, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഹോളിവുഡിൻ്റെ മുകളിൽ കൊണ്ടുപോകുന്നതാണ് സിനിമയുടെ പെർസ്പെക്റ്റീവിൽ. അതെൻ്റെ പാഷൻ്റെ ഒരു കാര്യം. പക്ഷേ അതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന മറ്റൊരു എലിമെൻ്റ് ഉണ്ട്, നേഷൻ ബിൽഡിംഗ്. നേഷൻ ബിൽഡിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരാണ് ആർക്കിടെക്ട്സ്. അതിനകത്ത് നോർമൽ ആർക്കിടെക്ട്സും ഉണ്ട്, നേവൽ ആർക്കിടെക്ട്സും ഉണ്ട്. ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ 7500 കിലോമീറ്റർ കോസ്റ്റൽ ലൈനുള്ളടുത്ത് നേവൽ ആർക്കിടെക്ട്സിന് റോളുണ്ട്. ലോകത്തിൽ 90% കാർഗോ മൂവ്മെൻറ്റ്സ് നടക്കുന്ന സീലാണ്. അവിടെയും ഞങ്ങൾക്കും അതിനകത്തുള്ള റോളുണ്ട്. അപ്പോൾ നമ്മളുടെ രണ്ടുപേരുടെയും റോള്, അത് ആർക്കിടെക്ട്സ് ആയിക്കോട്ടെ ബിൽഡേഴ്സ് ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം നേഷൻ ബിൽഡിങ്ങിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ടാലൻറ്റിനോടൊപ്പം തിങ്ക് ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി കൂടിയാണ് ഇൻഡിവുഡ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. ഇൻഡിവുഡ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പില്ലേഴ്സിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻഡിവുഡ് ബില്യനേഴ്സ് ക്ലബ്ബ് എന്ന് പറയും. അതായത് ഏത് രാജ്യത്തിനെയും മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ രാജ്യത്തെ എത്ര ബില്യനേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അമേരിക്കയും ചൈനയും ഇന്ന് എക്കണോമിയിൽ ഏറ്റവും മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ദേ ക്രിയേറ്റഡ് ബില്യനേഴ്സ്. കാര്യം എക്കണോമി ഈസ് ക്രിയേറ്റഡ് ബൈ ബില്യനേഴ്സ് മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും, അവർ ഓൺടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ആ പ്രോസസ്സിൽ പോകുന്നതിനകത്തു നിന്ന് കിട്ടുന്ന ടാക്സ് വെച്ച് ഗവൺമെൻറ് ഓടിക്കും. പക്ഷേ സാധാരണ ജനത്തിൻ്റെ എല്ലാം പെർസ്പെക്റ്റീവ്, എല്ലാം ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഗവൺമെൻറ് എന്താണ് ഇവിടെ ഈ പണം കായ്ക്കുന്ന മരമുണ്ടോ, ഇതിങ്ങനെ കുലുക്കിയിട്ട് വെക്കാനില്ല. ഇത് ബില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇൻഡിവുഡ് ബില്യനേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു വിഷൻ കൊണ്ടുവന്ന് എങ്ങനെ മോർ ആൻഡ് മോർ ബില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഇന്ത്യൻ എക്കണോമിയെ ചോർത്താതിരിക്കാം. $1 = ₹1 ഈസ് ദ വിഷൻ ഓഫ് ഇൻഡിവുഡ് ബില്യനേഴ്സ് ക്ലബ്ബ്. ഈ $1 ₹1 നമ്മൾ പോകണമെങ്കിൽ ഇന്ത്യ ഡോളറിന് അഗൻസ്റ്റ് ഇന്ത്യൻ റുപ്പിയുടെ ചോർച്ച തടയണം. അതിന് അവർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഷുഡ് ബി ബാലൻസ്ഡ്. ആ ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ 0 കൊണ്ടുവരണം. ഞാൻ ഒരു നഗ്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് പരിഭവിക്കരുത്, ആ ചോർച്ച ഉണ്ടാക്കിയതിനകത്ത് വലിയൊരു റോള് ഞാൻ ശങ്കർജി അതിനകത്ത് പെടുത്തില്ല. കാര്യം ശങ്കർജി എന്ന് പറഞ്ഞത് തന്നെയാണ്, അതിലൊരു വലിയ റോൾ ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ പറഞ്ഞുതരാം. കേരളത്തിൻ്റെ എക്കണോമിയിലേക്ക് വിദേശ നാണ്യം വരുന്നത്, നമുക്കിവിടെ ഇൻഡസ്ട്രി ഒന്നുമില്ലല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഫോറിൻ കറൻസി കൊണ്ടുവരുന്നത് ഗൾഫിൽ നിന്നാണ് വരുന്നത്. ഏതാണ്ട് 2 ലക്ഷം കോടിയിലേറെയാണ് അവിടെ നിന്നുള്ള വരുമാനം. അതിൽ 50% ബിൽഡിംഗ് മേഖലയിലേക്കാണ് പോകുന്നത്. അതായത് 1 ലക്ഷം കോടിയിലേറെ ബിൽഡിംഗ് മേഖലയിലേക്ക് പോവുകയാണ്. ഇതിൽ ആർക്കിടെക്ട്സാണ് തീരുമാനിക്കുന്നത്, ബിൽഡേഴ്സാണ് തീരുമാനിക്കുന്നത് ഇതിനകത്ത് ആര് പണിയണം, എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളത്. കേരളത്തിൻ്റെ എക്കണോമി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു 85% കൺസ്ട്രക്ഷനിലും പ്രീമിയം ലെവൽ ആൻഡ് റിസോർട്ട് ടൈപ്പ് ഉള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ആണ്. അതിലൂടെ 16,000 കോടി മുതൽ 30,000 കോടി രൂപയുടെ വരെ ഫോറിൻ മെറ്റീരിയൽസാണ് വി ആർ യൂസിങ്. വിദേശത്തു നിന്നുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അതായത് യു ആർ സ്ട്രെയിറ്റ് അവേ പുട്ടിങ് ഇന്ത്യൻ എക്കണോമിയിലേക്കൊരു വലിയ ഡ്രെയിൻ ഹോൾ ചെയ്യുകയാണ്. ഫോറിൻ പ്രോഡക്ട്സ് ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ യു നീഡ് ടു ഹാവ് എ പോളിസി. എവറി ഇയർ ഞാനത് കുറച്ച് കൊണ്ടുവരും. നിങ്ങൾ ചൈനയിൽ ചീപ്പായിട്ട് കിട്ടും എന്ത് സാധനവും വാങ്ങി ഇവിടെ വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളത് മൈൻഡ് സെറ്റ് മാറിയിട്ട് 5 വർഷത്തിൽ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന കാര്യം കുറച്ച് 0 കൊണ്ടുവരണം എന്നുള്ള വിഷൻ വന്നാൽ മാത്രമേ അതിനുവേണ്ടിയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. നമ്മൾ ആ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നാളെ നമുക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വിഷൻ ഇവിടെയുള്ള എത്ര ബിൽഡേഴ്സ്, എത്ര ആർക്കിടെക്ട്സ് ഉണ്ട്? നിങ്ങളുടെ 5 ഇയർ പ്ലാനിനകത്ത് ഇത് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ കമ്പനി പ്ലാൻസിൽ 5 ഇയർ ഉണ്ട്, 10 ഇയർ പ്ലാൻ ഉണ്ട്. ഇത് അനുസരിച്ചിട്ട് നമ്മൾ എത്ര ചെയ്യണം എന്നൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്ത് ഞങ്ങൾ ഒരിക്കലും ഇന്ത്യൻ എക്കണോമിയെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളില്ല. ഞങ്ങളുടെ ടോട്ടൽ ഫോറിൻ റവന്യൂവിനകത്ത് ഇത്രേ ഫോറിൻ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റത്തുള്ളൂ, ഇത്ര ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, ഓരോ എംപ്ലോയി എന്ത് ചെയ്യണം, ഈവൻ നിങ്ങളുടെ ഓരോ ഡിസൈനിലും വരുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അടുത്തത്, ഇവിടുത്തെ കേരളത്തിലെ കൺസ്ട്രക്ഷനിൽ ഇന്ന് യൂസ് ചെയ്യുന്നത് മുഴുവൻ കേരളത്തിന് പുറത്തുള്ളവരാണ്. അത് പക്ഷേ ഇന്ത്യൻ എക്കണോമിയെ ഡ്രെയിൻ ചെയ്യുന്നില്ല, പക്ഷേ കേരള എക്കണോമിയെ ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 25% ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയാണ് ബഡ്ജറ്റ് ചെയ്യുന്നത്. ആ 25% ഓൾമോസ്റ്റ് വി ക്യാൻ സേ 90% പോകുന്നത് കേരളത്തിന് പുറത്തേക്ക് പോകുന്നതാണ്. അതുപോട്ടെ, അത് നമ്മുടെ $1 ₹1 ബാധിക്കുന്നില്ലെന്ന് പറയാം. പക്ഷേ അത് ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ കരുതേണ്ടത്? നിങ്ങളുടെ പ്രോജക്ട്സിനകത്ത് വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ്
നിങ്ങൾ ഉപയോഗിക്കുന്ന മാൻ പവർ 100% ഇന്ത്യൻ ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാതെ ഒരു ഫേക്ക് ഐഡിയും കൊണ്ടുവരുന്ന ആരെയും നിങ്ങളുടെ പ്രോജക്റ്റിലേക്ക് കയറ്റാമെന്നുള്ളതിന് ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്ത കാര്യമാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. LCP ഒരു പ്രോഗ്രാമാണ്. ഇത് കഴിഞ്ഞിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കംപ്ലീറ്റ് ലേബർ കമ്മ്യൂണിറ്റിയെ സർട്ടിഫൈ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. അവരുടെ ID വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന കാര്യമാണ്. സിസ്റ്റത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അന്നേരം അറിയാം ഇവർ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എല്ലാം അറിഞ്ഞിട്ട് വി ഗേവ് ദ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അവരുടെ എല്ലാം സർട്ടിഫൈ ചെയ്യുന്ന പ്രോജക്റ്റാണ്. ഞങ്ങളുടെ ജോബ് അല്ലിത്. നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റാണ്. പക്ഷേ ഇറ്റ് ഈസ് ടോട്ടൽ ഇഗ്നറൻസ്. ഇപ്പോഴും അറിയില്ല. ഇനി അടുത്തത്, നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് നിങ്ങൾ ഒരിക്കലും എൻവയോൺമെൻറ്റിനെ ഇത് എന്തൊക്കെ രീതിയിൽ, ഇപ്പം ശങ്കർജി പറഞ്ഞ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ ടൗണിൽ തന്നെ ഒരു ബിൽഡിംഗ് പണിയുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ട് ബിനു ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് പുള്ളിയെ കൊച്ചിയിൽ വി അസൈൻഡ്. ഞാൻ ആദ്യം പുള്ളിയോട് പറഞ്ഞത്, ഈ ബിൽഡിങ് വരുന്നത് കാരണം ഞാൻ എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കാൻ പാടില്ല, ഞാൻ ഇതിൽ തന്നെ താമസിക്കണം, രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോകരുത്, ഞങ്ങളുടെ എംപ്ലോയീസ് വണ്ടി എടുത്തുകൊണ്ട് വരുന്നത്. കാര്യം ഞങ്ങളുടെ പോളിസിയാണ്, കമ്പനിയുടെ പോളിസിയാണ്, എഫിസത്തിൻ്റെ പോളിസിയാണ്. എഫിഷ്യൻസി ലോസിനകത്ത് ഒന്നാണ് ഈ ട്രാവൽ മാനേജ്മെൻറ്റ്. നിങ്ങൾ ഏത് കമ്പനിയെ എടുത്തോളൂ, എല്ലാവർക്കും ഓൺ ആൻ ആവറേജ് ഹാഫ് ആൻ അവർ എംപ്ലോയീസ് ആർ ട്രാവലിംഗ്. ഈ ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഡാമേജസ് നിങ്ങൾ ആലോചിക്കൂ. യു ആർ കില്ലിംഗ് ദ എൻവയോൺമെൻറ്റ്, യു ആർ ബേണിംഗ് ദ ഫ്യൂവൽ ടു ഡ്രെയിൻ ദ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമീൻ്റെ ഏറ്റവും വലിയ ഡ്രെയിൻ ഹോൾ ഫ്യൂവൽ വഴിയാണ്. ആ ഫ്യൂവലിലേക്കുള്ള നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. രാവിലെ തന്നെ തുടങ്ങുകയാണ് ഇന്ത്യൻ എക്കണോമിയെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങുകയാണ്. ഇത് കഴിഞ്ഞ് ഈ അരമണിക്കൂർ ട്രാഫിക്കിൽ വരുന്ന വ്യക്തിയുടെ രാവിലത്തെ എനർജി ലെവൽ വീണ്ടും താഴേക്ക് പോകുന്നു. ഇവിടെയാണ് ഞങ്ങൾ അച്ചീവ് ചെയ്തത്. ഞങ്ങൾ ഓരോ വർഷവും ഞങ്ങളുടെ എംപ്ലോയീസ് ഓഫീസിൻ്റെ അടുത്തേക്ക് വന്ന് ഇന്നിപ്പോൾ ഷാർജയിൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ ഒരു ദിവസം ഞങ്ങൾ 200 വണ്ടി റോഡിൽ ഇറക്കുന്നില്ല രാവിലെ. എല്ലാവർക്കും ഒരു പാർക്കിങ്ങേ ഉള്ളൂ. എല്ലാവരും 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സ് ഈസ് ഗോൺ അപ്പ് ലൈക്ക് എനിത്തിങ്. കാര്യം അവർക്ക് ലഞ്ച് വീട്ടിൽ പോയി ഫാമിലിയുടെ കൂടെ കഴിക്കാം, നല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കാം, ഇടയ്ക്ക് കാപ്പി കുടിക്കാൻ പോകണമെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് വരാം. ക്ലയൻസ് അതിലേറെ ഹാപ്പി. കാര്യം രാത്രി 1 മണിക്ക് വിളിച്ചു കഴിഞ്ഞാലും അവർക്ക് പോയി ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 1 ലിറ്റർ ഫ്യൂവൽ പോലും കത്തിക്കുന്നില്ല, എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കുന്നില്ല. എല്ലാ രീതിയിലുള്ള ലാഭങ്ങളും മാത്രമേ അതിനകത്തുള്ളൂ. ഇത് ഒരു ആർക്കിടെക്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ക്ലയൻറ്റിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തും. കാര്യം ഞങ്ങൾ കണ്ടെത്തിയ എറണാകുളത്തെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഞങ്ങൾ ആദ്യം നോക്കിയത് ഇതിനടുത്ത് ഞങ്ങളുടെ എംപ്ലോയീസിന് മുഴുവൻ താമസിക്കാനുള്ള, അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട്, എൻ്റെ വീട് അതിൻ്റെ മുകളിൽ തന്നെ ഡിസൈൻ ചെയ്ത്. എനിക്ക് ട്രാഫിക്കിനകത്തേക്ക് ഇനി 1 മിനിറ്റ് പോലും കളയേണ്ട കാര്യമില്ല, എനിക്ക് ലിഫ്റ്റിൽ വന്നാൽ മതി. ഞങ്ങൾ ആദ്യം നോക്കിയത് ഇതിൻ്റെ തൊട്ടടുത്ത് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി താമസിക്കാനുള്ള മിക്കവാറും എല്ലാവർക്കും വന്ന് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. തൊട്ടടുത്ത് ബസ് സർവീസും മറ്റു കാര്യങ്ങളും ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയുള്ള വിഷൻസ് ആർക്കിടെക്ട്സാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ നേവൽ ആർക്കിടെക്ട് എന്ന നിലയിൽ എനിക്ക് കടലിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇറ്റ് ഈസ് യുവർ ജോബ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഈ കാര്യം ഞങ്ങൾ ഇൻഡിവിഡ് ബില്യനേഴ്സ് ക്ലബ്ബിൽ ബില്യനേഴ്സിലേക്ക് കൊടുത്ത് അവർ വഴി ഞങ്ങളിപ്പം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നേഷൻ ബിൽഡിങ്ങിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാവുന്നത് അതർ ദാൻ ദ ബില്യനേഴ്സ്, ദാറ്റ് ഈസ് ദ ബിൽഡേഴ്സ് ആൻഡ് ദ ആർക്കിടെക്ട്സ്. അവിടെ നിങ്ങളിത് തിരിച്ചറിയണം. ഇന്ന് ഇവിടുന്ന് പോകുന്ന ഓരോരുത്തരും ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ ഈ ഒരു വിഷനോടൊപ്പം നാളെ നിങ്ങളൊരു ക്ലയൻറ്റിന് ഒരു സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അജ്ഞനായ ക്ലയൻറ്റിൻ്റെ മുന്നിലേക്ക് അവർ പറയുന്നത് അനുസരിച്ചിട്ട് ഓക്കെ ക്യാമറ അവിടെ വെക്കണമെങ്കിൽ അവിടെ വെക്കാം, ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം, ശ്രീനിവാസൻ പറഞ്ഞ പോലെയല്ല, ക്യാമറയ്ക്ക് പകരം വേറെ എന്തെങ്കിലും വെക്കാവുന്ന കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവിടെ എല്ലാ രീതിയിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ആ വീട്ടിൽ കുട്ടികളുണ്ട്, അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്. കാര്യം കുട്ടികൾ 20% സമയം മാത്രമേ സ്കൂളിലുള്ളൂ. നിങ്ങൾ എടുത്തോളൂ, 365 ദിവസത്തിൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ ദ സ്കൂൾ ലെസ് ദാൻ 50%. അവിടെ തന്നെ 6 മണിക്കൂർ ഇതെല്ലാം കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ 20% ടൈമേ ഉള്ളൂ ടോട്ടൽ ടൈമിൻ്റെ സ്കൂളിലെ ക്ലാസ് റൂമിൽ. ബാക്കി മുഴുവൻ ഇവർക്ക് വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെയാണ് ഏറ്റവും മികച്ച ക്ലാസ് റൂം നിങ്ങൾ കൊടുക്കേണ്ടത്. അവിടുത്തെ ഒരു ബെഡ്റൂമിനെ എക്സ്ക്ലൂസീവായിട്ട് മാറ്റാം, അത് നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ റൂമാക്കി മാറ്റാം. ഇന്നത്തെ നിങ്ങൾ കണ്ട ഈ 3D എക്സ്പീരിയൻസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. 3Dയിൽ കാണുമ്പോഴുള്ള ഫീൽ എന്താണെന്നുള്ളത് കാണിക്കാനുള്ള സ്ഥലങ്ങൾ ഞങ്ങളുടെ എല്ലാ സെൻറ്റേഴ്സിലും ഉണ്ട്. ട്രിവാൻഡ്രത്തുണ്ട്, ഇവിടെയുണ്ട്, കൊച്ചിയിലുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കാണിക്കണമെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം ചെയ്തേക്കുന്ന വീടുകളിൽ ഇതുണ്ടാവും. ഇത് ക്ലയൻറ്റിന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ ചെയ്തുള്ളൂ. അവരോട് പറയണം, കുട്ടികളുടെ കണ്ണട വെക്കാത്ത ശീലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരെ തുടക്കം തൊട്ട് തന്നെ റിഫ്ലക്ഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകണം. ഈ LED സാധനം വാങ്ങിച്ചു കൊടുത്ത് അവരുടെ കണ്ണ് നശിപ്പിക്കരുത്. പുസ്തകങ്ങളിലൂടെ നിങ്ങൾ പഠിച്ച ആർക്കിടെക്ചറിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, അതിലേറെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു ഡിസൈനറായിട്ട് മാറുന്നത്. സംതിങ് എക്സ്ട്രാ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആ നേഷൻ ബിൽഡിങ്ങിനകത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വരികയാണ്. ഇതെല്ലാം എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഓൺ ദി കൺട്രീസ് ഗ്രോത്ത്. നമ്മുടെ എക്കണോമിയെ തകർക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രെയിൻ ഹോൾ ഞാൻ അടച്ചു എന്നുള്ള നമുക്ക് തന്നെ ഒരു നിർവൃതി ഉണ്ടാവണം.
ഓരോ ദിവസവും ജോബ് ചെയ്ത് കഴിയുമ്പം യെസ് ടുഡേ ഐ പ്ലഗ്ഡ് വൺ സ്മോൾ ഡ്രെയിൻ ഹോൾ ഇൻ മൈ പേഴ്സണൽ ലൈഫ്, ഇൻ മൈ സൊസൈറ്റീസ് ഫോർ ഗ്രോത്ത് ഐ ഡിഡൻറ്റ് എന്നുള്ള ഫീല്. കാര്യം ആർക്കിടെക്ട്സിന് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരുക്കുന്ന ഒരു ചട്ടക്കൂടിനുള്ളിലാണ് നാളെ ഒരു സമൂഹം മുഴുവൻ ജീവിക്കേണ്ടതും വളരേണ്ടതും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ശങ്കർജിയുടെ ഒരു ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്കും കടന്നു വരുമ്പോൾ മാത്രമേ നിങ്ങൾ നാടിനെ സ്നേഹിക്കത്തുള്ളൂ, എൻവയോൺമെൻറ്റിനെ സ്നേഹിക്കത്തുള്ളൂ. അതനുസരിച്ചിട്ട് പുതിയൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ പണം പണം എന്നുള്ള ഒരു മന്ത്രത്തിൻ്റെ പുറകെ പോയി എവിടെ ലാഭത്തിന് കിട്ടുന്നുണ്ടോ അവിടെ പോകും. ചൈനയിലാണെങ്കിൽ ചൈന അവിടെ നിന്ന് വരുന്നു. നമ്മുടെ അതിർത്തിയിൽ അപ്പുറത്ത് നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്ന് നമ്മൾ തിങ്ക് ചെയ്യണം. നമ്മളുടെ എക്കണോമി തകരുകയും അവിടെ എക്കണോമി വളരുകയും നാളെ നമ്മൾ അതിനടിമയായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകണോ, നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങണോ? അതിന് 5 ഇയർ പ്ലാനിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ആദ്യത്തെ ദിവസം കൊടുത്ത പാഠം എന്ന് പറഞ്ഞതിൽ ഡയറി സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ എല്ലാ കമ്പനിയിലുള്ളതാണ്. കോർപ്പറേറ്റ് മെഡിറ്റേഷൻ എന്ന് പറയും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും, അത് ഓഫീസ് ബോയ് തൊട്ടൊരു CEO വരെ ഞാനടക്കം 25 കാര്യങ്ങൾ രാവിലെ എഴുതണം അന്ന് ചെയ്യാൻ പോകുന്നത്. കാര്യം നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. ഇഫ് ദ ഡെസ്റ്റിനി ഈസ് ഡിസൈഡ് ബൈ യുവർ കർമ്മ ആൻഡ് ഇഫ് ദ കർമ്മ ക്യാൻ ബി ഡിസൈൻ, ഡെസ്റ്റിനി ക്യാൻ ബി ഡിസൈൻ. നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ നമുക്കിന്ന് രാവിലെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനി അതിനെ ബേസ് ചെയ്തിട്ടാണ്. ലൈഫ് ഇസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഡേയ്സ്. ഇതാണ് ഞങ്ങൾ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ഡയറിയിൽ ആദ്യം ഇന്ന് ചെയ്യാൻ പോകുന്നത് അതെന്തോ ആയിക്കോട്ടെ, സ്കൂളിലെ പാഠമായിക്കോട്ടെ, എന്ത് വേണേലും എന്ത് ചെയ്യാൻ പോകുന്നത് ആദ്യം 2 വരി എഴുതത്തുള്ളൂ. അത് കൂട്ടി കൂട്ടി ആ ഒരു പേജ് നിറയ്ക്കുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ആ കുട്ടി 365 പേജുള്ള ഒരു ബുക്ക് സ്വയം എഴുതി കഴിഞ്ഞ ഒരു കുട്ടിയായി മാറും. എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തു നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ കൈയക്ഷരവും നന്നാവും. അവരെഴുതി തുടങ്ങും ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾ പഠിപ്പിക്കുന്ന 100 കണക്കിന് പാഠങ്ങളിൽ ഒന്നാണ്. ഇവിടെ വനിതകളും വന്നിരിപ്പുണ്ട്. കാര്യം നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞിട്ട് നമ്മൾ ആസ്വദിച്ചത് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ്. അത് നമ്മുടെ ജീൻ അതനുസരിച്ചിട്ട് സെറ്റായി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന വനിതകൾ എത്ര പേര് സ്വന്തം കുട്ടികൾക്ക് തനിക്കറിയാവുന്ന ആ കല പകർന്നു കൊടുത്തിട്ടുണ്ട്? നമ്മളെയൊക്കെ വിചാരിക്കുന്നത് ഈ ഒരു ബാഗ് രാവിലെ കുറച്ച് പുസ്തകവും വാങ്ങി ബാഗിൽ വെച്ച് ഒരു ചോറ്റുപാത്രവും കൊണ്ട് നേരെ സ്കൂളിലേക്ക് വിട്ടാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു വലിയ പദ്ധതിയുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, മാസാമാസം കൃത്യമായ ഫീസ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അതെല്ലാം മാറിയിരിക്കുന്നു. തിരിച്ചറിയുക, സ്കൂളുകൾ ഇന്ന് ഏറ്റവും ഡേഞ്ചറസ് പൊസിഷനിലേക്ക് പോവുകയാണ്. ഓരോ സ്കൂളും മയക്കുമരുന്നിൻ്റെ കീഴിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയും വീട്ടിൽ നിന്നല്ല ബാഡ് ഹാബിറ്റ്സ് പഠിക്കുന്നത്, സ്കൂളിൽ നിന്നാണ്. അങ്ങനെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാവുന്ന കലകൾ പോലും പഠിപ്പിക്കാത്തൊരവസ്ഥയിൽ അവിടെയാണ് നമ്മളുടെ പരാജയം തുടങ്ങുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് തന്നെ. ഇതിൻ്റെ വിഷൻ അത് തന്നെയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ക്ലാസ് തൊട്ട് ഞങ്ങൾ കൊടുത്ത ആനുവൽ അസൈൻമെൻറ്റാണ് 25 ഡിഷ് അമ്മയിൽ നിന്ന് പഠിക്കണം, അമ്മ സർട്ടിഫൈ ചെയ്യണം അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇത് ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ എല്ലാ കുട്ടികളിലും 2 വർഷം ആയിട്ട് ഞങ്ങൾ പരീക്ഷണം നടത്തി. ഞങ്ങളുടെ എല്ലാ കുട്ടികളും ഈ എക്സാം പാസ്സായി കഴിഞ്ഞു. 25 ഡിഷും അവരുണ്ടാക്കി കഴിഞ്ഞു. ചിലരൊക്കെ 50 ഡിഷ് ഉണ്ടാക്കി. അവരൊക്കെ നാളെ മിക്കവാറും ഷെഫാവും. വെറുതെ ഞാൻ ഇവിടെ ഒന്ന് തള്ളുകയല്ല, ഇത് നടന്ന കാര്യമാണ്. എൻ്റെ കയ്യിൽ വിത്ത് പ്രൂഫുണ്ട്. ഇവരെല്ലാം അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. ഇത് ഞങ്ങൾ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രൈബൽ സ്കൂളിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് അവിടെയും വിജയിപ്പിച്ച കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഇനി ഇത് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന എല്ലാ വീടുകളിലും പുതിയ വീടുകൾ വെക്കുന്നതിനും മോഡിഫിക്കേഷൻ വെക്കുന്നതിലും സജീവമായി മാറുന്ന ആർക്കിടെക്ട്സ് കമ്മ്യൂണിറ്റി. നിങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് ആരും ഞങ്ങളുടെ പുറകെ നടന്നൊരു അവാർഡ് വാങ്ങണമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പണം തന്നിട്ടോ അല്ല. ലോകത്ത് മിക്കവാറും എല്ലാം അവാർഡുകളുടെ പെരുമഴക്കാലമാണ്. നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് അവാർഡും കിട്ടും. ഇന്ത്യവുഡ് ഞങ്ങൾ ആദ്യം ഡെവലപ്പ് ചെയ്ത കൺസെപ്റ്റ് അത് തന്നെയാണ്. റിയൽ റെക്കഗ്നിഷൻ. നിങ്ങളുടെ അടുത്തേക്ക് എൻക്വയറി വരുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് ഐ ആം റെക്കമെൻഡഡ്. അവിടെയാണ് ആ അവാർഡിന് ഒരു മൂല്യം ഉണ്ടാകുന്നത്. ഞാനത് റിയലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. കാര്യം പലപ്പോഴും അവാർഡും തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും, എൻ്റെ പുറകെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു വരും. എന്നെ ഒരുമാതിരി അപമാനിക്കുന്ന നിക്കലിൻ്റെ ഞാൻ കണ്ടേക്കുന്നത്. അതേസമയം നമ്മളെ വിളിച്ച് നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി തരുന്ന ഒരു അവാർഡ് വാങ്ങാൻ, എൻ്റെ ഡോക്യുമെൻ്ററിയുടെ ഒരു അവാർഡ് വാങ്ങാൻ ഞാൻ അമേരിക്കയിലേക്ക് 16.5 hours ഫ്രം ദുബായ്, ഇവിടെ നിന്ന് പിന്നെ ഒരു 3.5 മണിക്കൂർ ഞാൻ പോയത് അവിടുത്തെ ഒരു ചെറിയ ഫിലിം ഫെസ്റ്റിവലിൽ. അവർ എൻ്റെ പ്രോഡക്റ്റിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചു തരുന്ന അവാർഡാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഡോക്യുമെൻ്ററി അവാർഡാണ്. അത് പിന്നീട് അത് 130 ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോയി, ഓസ്കാറിലേക്ക് പോയി, 23 ഇൻ്റർനാഷണൽ അവാർഡ്സ് അത് നേടി. മൂവി 130 ഫിലിം ഫെസ്റ്റിവൽസിലേക്ക് പോയി. ഇന്ന് ഹൺഡ്രഡ്സ് ഓഫ് അവാർഡ്സ് അല്ലാതെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത് നമ്മുടെ മെറിറ്റ് അനുസരിച്ച് കിട്ടുന്ന ഒരു അവാർഡിൻ്റെ വാല്യൂ എന്താണ്. അത് ഫീൽ ചെയ്യണമെങ്കിൽ അത് അങ്ങനെ തന്നെ കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യവുഡ് അവാർഡ്സ് ഞങ്ങൾ ആ രീതിയിൽ ഏർപ്പെടുത്തിയേക്കുന്നത്. ഇന്ന് വന്നേക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക,
നിങ്ങൾ ഇന്നു മുതൽ ഇൻഡിവുഡിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ്. യു ഹാവ് സർട്ടൻ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി. ഇന്നിത് വാങ്ങുമ്പോൾ നിങ്ങൾ സ്വയം പറയണം, ഐ ആം ഗോയിങ് ടു ഗീവ് ദിസ് മെസ്സേജ് ഫോർ മൈ കമ്മ്യൂണിറ്റി. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ തകരരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് മുഴുവൻ ഇൻ്റർനാഷണൽ പണി തന്ന സമൂഹമാണ് ഈ ആർക്കിടെക്ട് സമൂഹം. ആദ്യത്തെ വ്യക്തിയാണ് പെനി കുക്ക്. ഞാൻ എൻ്റെ 2011 സിനിമ ഡാം 999 മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ചെയ്തതാണ്. അതിൻ്റെ പിന്നിൽ ഒരു ആർക്കിടെക്റ്റാണ്. പക്ഷേ അദ്ദേഹം അല്ല 1999 എന്നുള്ള കോൺട്രാക്ട് ഉണ്ടാക്കിയത്. അത് 99 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പൊളിച്ചിരുന്നെങ്കിൽ പ്രശ്നമൊക്കെ കുറേ മാറിയാണ്. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നത് അതല്ല പ്രശ്നം. അതൊരു പക്ഷേ ഒരു എർത്ത്ക്വേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ചിലപ്പോൾ 1000 വർഷം ഓടും. അതൊരു എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ ആയതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ നമുക്കൊരു പ്രശ്നമായിരിക്കുന്നത്. കാര്യം അതൊരു എർത്തൻ ഡാമാണ്. ഒരുപാട് എർത്തൻ ഡാം 1000 വർഷം കഴിഞ്ഞ എർത്തൻ ഡാംസ് ഉണ്ട്. അതിൻ്റെ വാട്ടർ ലെവൽ നമ്മൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് കാലം ഓടിക്കാം. കുറച്ച് അത്യാവശ്യം അതിൻ്റെ ഡാമേജസ് ഒക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഇനഫ്. പക്ഷേ നമ്മളുടെ കേരളത്തിൽ അങ്ങേ എൻഡ് മുതൽ ഇങ്ങേ എൻഡ് വരെ ഇവിടുത്തെ മോഡേൺ ആർക്കിടെക്ട്സ് പണിത കുറേ കോൺക്രീറ്റ് ഡാമുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും അല്ലെ നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും അത് ഡിസൈൻ ചെയ്ത സമയത്ത് ആലോചിച്ചിട്ടുണ്ടോ അതിൻ്റെ ലൈഫ് എത്രയാണ്? ആ ലൈഫ് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വാട്ട് ഈസ് ദ ലൈഫ് ഓഫ് എ കോൺക്രീറ്റ് ഡാം? 50 years? അത് മര്യാദയ്ക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റിയൊക്കെ കറക്റ്റ് വെച്ച് അതിനകത്ത് അഴിമതിയൊന്നുമില്ല, സിമൻ്റൊക്കെ കറക്റ്റ് ഉപയോഗിച്ച് കമ്പിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയുന്ന കാലം ചിലപ്പോൾ നിൽക്കും. ഈ പുനലൂരിൽ നടന്ന കാര്യം ഞാൻ പറയാം. എൻ്റെ വീട് 1973 ആ സമയത്ത് പണിതാണ്, 71, 72 ആ സമയത്ത് പണിതാണ്. അതൊക്കെ ഇപ്പം പൊളിച്ചു കളഞ്ഞു ഞാൻ അന്ന് വളരെ ചെറുപ്പമാണ്. പക്ഷേ ആ എൻ്റെ ചെറുപ്പമുള്ള എൻ്റെ മൈൻഡിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. തെന്മല ഡാം പണിതുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്ന സിമൻറ്റ് ചാക്ക് ബ്ലാക്കിൽ കൊണ്ടുവന്നിട്ടാണ്. പക്ഷേ അന്ന് സിമൻറ്റ് കിട്ടലൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഈ തെന്മല ഡാമിൽ വരുന്ന സിമൻറ്റ് ആണ് ഈ ഏരിയയിലുള്ള മിക്കവാറും എല്ലാ ആ സമയത്ത് പണിതേക്കുന്ന എല്ലാ വീട്ടിലേക്കും പോയേക്കുന്ന സിമൻറ്റ് തെന്മല ഡാമിൽ ഉപയോഗിക്കേണ്ടതാണ്. ആ തെന്മല ഡാമിൻ്റെ ലൈഫ് എത്രയായിരിക്കും? ഇങ്ങനെ 50-ലേറെ ഡാമുകൾ, കാലപ്പഴക്കം കഴിഞ്ഞ ഡാമുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വാട്ടർ ബോംബുകളായിട്ട് നിൽക്കുക. നിങ്ങളുടെ പൂർവികരാരെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ചു ഇത് പണിതപ്പം ഇത് എങ്ങനെയാണ് മാറ്റിപ്പണിയാൻ പോകുന്നതെന്ന്? ഇത് മാറ്റിപ്പണിയാൻ പറ്റുമോ? അത് ആദ്യം പറയൂ. ഒരു എക്കോസിസ്റ്റം അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഒന്നെങ്കിൽ ഒരു ഫ്ലഡ് കൺട്രോളിന്, പവർ ജനറേഷന്, അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടി ചെയ്ത ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ മുന്നിലോ പിന്നിലോ ഒന്നും പണിയാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല. ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ നോക്കി അവരത് പണിത് കഴിഞ്ഞു. ഇതെങ്ങനെയാണ് നാളെ ഇതിൻ്റെ ഓപ്പറേഷൻ നിർത്താൻ പോകുന്നത്? എന്തെങ്കിലും പ്ലാൻ നടത്തിയിട്ടുണ്ട്? ഞങ്ങളൊക്കെ ഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായി ഇത്ര വർഷമുണ്ട്, അത് കഴിഞ്ഞാൽ അത് ഡിമോളിഷ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം റീസൈക്കിൾ ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, പൂർവികരെ വിടൂ. ഇവിടെ ഇരിക്കുന്ന ഇപ്പം ശങ്കർജി തന്നെ പറഞ്ഞു പ്ലാനിങ്ങിനകത്ത് അദ്ദേഹം ഉണ്ടെന്ന്. അദ്ദേഹം ഇതിന് മറുപടി തന്നിട്ട് വേണം പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് കൂടെ പറയണം. കാര്യം നിങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ വ്യക്താവാണ്, അദ്ദേഹം ഇവിടുത്തെ പ്ലാനിങ്ങിനകത്തുള്ളതാണ്. നാളെ അദ്ദേഹം വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാവരും നാളെ ഒരു ദുരന്തം അനുഭവിച്ചേ പറ്റൂ. ഇതിലേതെങ്കിലും ഒരു ഡാം പൊട്ടുന്ന അന്ന് മാത്രമേ കറക്റ്റീവ് ആക്ഷൻ എന്ന നിലയിൽ അടുത്ത ഡാമുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കൂ. അതുവരെ നമ്മൾ കാത്തിരിക്കണം. അതിലേത് ഡാമാണ് പൊട്ടാൻ പോകുന്നത്? കേരളത്തിന് അങ്ങേ എൻഡ് തൊട്ട് ഇങ്ങേ എൻഡ് വരെയുണ്ട്, എല്ലാ റിവേഴ്സിലും ഉണ്ട്. ചില റിവേഴ്സിൽ മൾട്ടിപ്പിൾ ഡാംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഇവിടെ വെക്കുന്ന ആ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരിക്കൽ കൂടി വന്നതിൽ സന്തോഷം. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ഇനിയുള്ള യാത്ര നമ്മൾ ഒരുമിച്ചാണ്. നമുക്ക് കേരളത്തിനെ പുതിയ ദിശയിലേക്ക്, ഇന്ത്യയെ പുതിയ ദിശയിലേക്ക്, നമ്മുടെ എക്കണോമിയെ പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകാൻ ഒരുമിച്ച് ശ്രമിക്കാം. നന്ദി, നമസ്കാരം.